വിലയിടിവ് തുടരുന്നതും ഉൽപാദന ചിലവ് വർധനവ് കാരണം ചെറുകിട കർഷകര് തേയില കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു. വയനാട് ജില്ലയിലെ വടുവഞ്ചാല്, ചുള്ളിയോട്, മക്കിയാട്, അമ്പലവയല്, മേപ്പാടി, പേരിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ചെറുകിട തേയില കൃഷിക്കാർ കൂടുതലുള്ളത്. ഈ അടുത്ത കാലത്തായി വൻതോതിലാണ് തേയില ഉൽപാദന ചിലവിൽ വൻതോതിൽ വർധനവുണ്ടായി. കൂലിയടക്കം മുമ്പുള്ളതിനേക്കാൾ വർദ്ധിച്ചുവെങ്കിലും വില ഇടിയുകയായിരുന്നു. ഇതിനു പുറമെ വളത്തിനും കീടനാശിനികൾക്കും വില വർദ്ധിച്ചു. അതേസമയം ചായപ്പൊടിക്ക് വിപണിയിൽ ഒരു വിധത്തിലുള്ള വിലക്കുറവ് സംഭവിച്ചില്ല. ഇതിന്റെ ഗുണം കർഷകർക്ക് ലഭിച്ചുമില്ല. നമുക്കൊന്ന് പരിശോധിക്കാം, ശരിക്ക് എന്താണ് ചെറുകിട തേയില കർഷകർക്ക് സംഭവിച്ചത്. കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ കർഷകനെ തകർക്കുക എന്നത് ഇന്നത്തെ ഒരു കേന്ദ്ര നയമാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തേയില. കഴിഞ്ഞ 25 വർഷമായി നീലഗിരി, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ തേയില ഇലയ്ക്ക് ഏതാണ്ട് ഒരേ വില തന്നെയാണ്. കൂലി, വളം, ഇന്ധനം എല്ലാത്തിനും വില എത്രയോ മടങ്ങ് കൂടി. നേപ്പാളും കെനിയയും ശ്രീലങ്കയും കഴിഞ്ഞ് ഇപ്പോഴിതാ അങ്ങ് ബറൂണ്ടിയിൽ നിന്ന് വരെയാണ് തേയില ഇറക്കുമതി ചെയ്യുന്നത്. അതും ഒരു കണക്കിലും കാണാത്ത ഇറക്കുമതി. കർഷകന് ചോദിക്കാനും പറയാനും ആളില്ലല്ലോ, അവൻ സംഘടിതനുമല്ലോ. ഇറക്കുമതിക്കാരായ ചിലർക്ക് വേണ്ടി തേയില വിപണി തുറന്നിട്ടിരിക്കുകയാണ്. അതിൽ രാജ്യം ഭരിക്കുന്നവരുടെ മക്കളും ഉണ്ടാവണം, വേണ്ടപ്പെട്ടവരും ഉണ്ടാകാം, ബന്ധുക്കളും ഉണ്ടാവാം. 2024 ലഭ്യമായ ചില കണക്കുകൾ പറയുന്നു. ജനുവരി മാസം മുതൽ ഒക്ടോബർ വരെ 165 ലക്ഷം കിലോഗ്രാം തേയിലയാണ് ഇറക്കുമതി ചെയ്തത്. അതിൽ തന്നെ 130 ലക്ഷം കിലോ നേപ്പാളിൽ നിന്നും 16 ലക്ഷം കിലോ കെനിയയിൽ നിന്നും. ഏറ്റവും തേയിലയുടെ ഉൽപാദനം കുറയുന്ന നവംബർ, ഡിസംബർ മാസങ്ങളിലെ കണക്കുകൾ ലഭ്യവുമല്ല. ഇറക്കുമതി വ്യാപാരം നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് എന്ന സ്ഥാപനം പറയുന്ന കണക്കുകൾ അനുസരിച്ച് ഇതേ കാലയളവിൽ 33.8 മില്യൺ കിലോഗ്രാം തേയിലയാണ് 2024 ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. 137 ലക്ഷം കിലോഗ്രാം കെനിയയിൽ നിന്നുമാണ്. ടീ ബോർഡ് വെബ്സൈറ്റിൽ ലഭ്യമല്ലാത്ത നവംബർ, ഡിസംബർ മാസങ്ങളിലെ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാവണം ഇത്. കെനിയയിലെ ടീ ബോർഡിന്റെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 3 ഇരട്ടിയാണ് കെനിയയിൽ നിന്നുള്ള തേയിലയുടെ ഇറക്കുമതി വർധനവ്. 2023 കണക്കുകൾ പ്രകാരം 35 ലക്ഷം കിലോ മാത്രമായിരുന്നു കെനിയയിൽ നിന്നുള്ള ഇറക്കുമതി. 2024 ഇത് 137 ലക്ഷം കിലോ ആയി. നേപ്പാളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ന്യായം പറയുന്നത് സാർക്ക് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ഉടമ്പടിയെ പറ്റിയാണ്. അപ്പോൾ കെനിയയിൽ നിന്നോ? സാധാരണ നമുക്ക് വരുന്ന ഒരു സംശയം, ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ കെനിയയിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് തേയില കൃഷി തുടങ്ങിയതും ഒപ്പം തേയില വ്യാപാരം ആരംഭിച്ചതും നാം ഇതോടൊപ്പം ചേർത്ത് വായിക്കും. കർഷകരുടെ ദുരിതം, അതിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് തേയില കർഷകരാണ്. നീലഗിരി, വയനാട്, ഇടുക്കി ജില്ലകളിൽ 70,000-ഓളം ചെറുകിട തേയില കർഷകർ. നീലഗിരിയിൽ മാത്രം 55,000 കർഷകർ. നീലഗിരിയുടെയും വയനാടിന്റെയും ജീവിത താളമാണ് തേയില. ഇന്ത്യയിലെ മൊത്തം 2,50,000 തേയില കർഷകർ. ചെറുകിട തേയില മേഖലയിൽ മാത്രമായി 12 ലക്ഷത്തോളം തൊഴിലാളികൾ. നാട്ടിൽ ഉൽപാദനം കുറഞ്ഞാലും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലയ്ക്ക് വില കുറയുകയാണ്. പകരം നേപ്പാളിലെയും കെനിയയിലെയും തേയില ഇങ്ങോട്ടൊഴുകുന്നു. എന്നിട്ടോ അവർ തന്നെ അത് ഇന്ത്യൻ തേയില എന്ന പേരിൽ വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി തേയിലയുടെ കാര്യത്തിൽ നേരിയ വില വർധനവല്ലാതെ ഒന്നും സംഭവിച്ചു.